ആദ്യം അഭിഭാഷകയിലേക്കാണ്. അഡ്വക്കേറ്റ് നിസ ഫാസിൽ, ഇപ്പോഴും സ്ത്രീധന പീഡനങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു ഗതികേടിലാണ് നമ്മളുള്ളത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്തയെ എങ്ങനെയാണ് കാണുന്നത്? രണ്ട് നവവരനായാലും പെൺകുട്ടിയായാലും രണ്ടുപേരും വിദ്യാഭ്യാസപരമായൊക്കെ ഒരുപാട് മുന്നേറിയ ആളുകളാണ്, നല്ല സാമ്പത്തിക പശ്ചാത്തലമുള്ള കുടുംബങ്ങളാണ്. എന്നിട്ടും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ക്രൂരത നടന്നിരിക്കുന്നത്. നമ്മൾ ഉത്രയും വിസ്മയും ഒക്കെ മരണപ്പെട്ട ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അവിടെ നിന്ന് എനിക്ക് ഏറ്റവും ആശ്വാസം തോന്നുന്നത് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയ ഒരു ആശ്വാസം. നമ്മൾ സാധാരണഗതിയിൽ മരിച്ച് രക്തസാക്ഷിയായതിനു ശേഷം അതിനെക്കുറിച്ച് കണ്ണീരൊഴുക്കുകയാണ് ചെയ്യുന്നത് ചാനൽ ചർച്ചകളിലും വീട്ടുകളിലും മറ്റ് എല്ലാ സംവാദ വേദികളിലും. ഇവിടെ ഈ കുട്ടിക്ക് ഉത്രയുടെയും വിസ്മയുടെയും ഗതി വന്നില്ല. എങ്കിലും വീണ്ടും ഒരു ഉത്രയും വിസ്മയം സൃഷ്ടിക്കപ്പെട്ട ഈ സമൂഹത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിക്ക് ഇത്രയും കിരാതമായ ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ തന്നെ വീണ്ടും അതിൽ നമ്മൾ ഏറ്റവും കാണേണ്ടത് പോലീസ് എന്തുകൊണ്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചു. പോലീസ് സ്റ്റേഷനിൽ ആ കുട്ടിയുടെ അമ്മ പറയുന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആദ്യം ആ കുട്ടിയോട് ഇത് ചോദിച്ചു, പിന്നീട് ആ കുട്ടിയെ ഹസ്ബൻഡിനോടൊപ്പം കൊണ്ടിരുത്തി. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവപരമായി നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ എപ്പോഴും ഈ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ചാനൽ ചർച്ചകൾ നടത്താറുണ്ട്, അല്ലെങ്കിൽ കോടതികളിൽ അല്ലെങ്കിൽ നിയമത്തിന് കാലതാമസം വരുന്നുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇതിൽ സെൻസിറ്റൈസ് ചെയ്യേണ്ടത് പോലീസിനെയാണ്. ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബം ആദ്യത്തെ ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളെയാണ്. അപ്പോൾ ഇതിലൊരു തീരുമാനം ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ ആയാലും ഇങ്ങനെ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് അവർക്കൊരു ശക്തി പകരേണ്ടത്, അവർക്ക് നിയമസഹായം നൽകേണ്ടത് പോലീസ് തന്നെയാണ്. അപ്പോൾ പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ മാത്രമേ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റൂ. കോടതിയൊക്കെ അടുത്ത സ്റ്റേജിൽ വരുന്ന സംവിധാനങ്ങളാണ്. ഇനി ഇങ്ങനൊരു കേസ് ഉണ്ടായാൽ പോലും ആദ്യത്തെ തെളിവുകൾ ശേഖരിക്കുന്നതും പോലീസാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ആ കുട്ടിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ക്രൂരമായ പീഡനം, നവവധുവാണ്, ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്, ചാർജർ കൊണ്ട് കഴുത്തിൽ മുറുക്കുക, ഭീകരമായി മർദ്ദിക്കുക, അതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന തരം പരിക്കുകൾ ഏറ്റിട്ട് പോലും അവിടെ ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത് അതൊരു തികച്ചും ഒരു നിസ്സഹായമായ ഒരു അവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടിയെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.